ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ജിമ്മിന് ഒരു 6 o'clock ആകുമ്പോഴാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് ഉറങ്ങുന്നിടം വരെയുള്ള കാര്യങ്ങളാണ്. അപ്പം വീഡിയോ ഫുള്ള് കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. ഞാനൊരു 6 o'clock ആകുമ്പോഴാണ് കേട്ടോ ജിമ്മിന് പോകുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള ജിമ്മ് തന്നെയാണ്. സ്ഥിരം പോകുമ്പോഴത്തേക്ക് എപ്പോഴും ഹസ്ബൻഡും മോനും കാണും. ഹസ്ബൻഡും ജിമ്മിന് വരാറുണ്ട്. പിന്നെ മോൻ അവിടെ ആണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് കളിക്കുകയൊക്കെ ചെയ്യും. അവിടെ തന്നെ പാർക്കുണ്ട്. ഇന്ന് പിന്നെ രണ്ടുപേരില്ലായിരുന്നു. പുള്ളി ലേറ്റ് ആവും വരാൻ. ജസ്റ്റ് ഒരു 9 മണി ആവുമെന്ന് പറഞ്ഞു. പിന്നെ മോനാണെങ്കിൽ ബ്രദറിൻ്റെ കൂടെ പുറത്ത് പോയേക്കുവാണ്. അപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് പോയിട്ട് വന്നത്. അപ്പോൾ ജിമ്മൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ കുബൂസും കൂടി വാങ്ങിയിട്ട് വന്നു. അപ്പോൾ ഞാൻ കരുതി ഇന്ന് കുബൂസും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കാം. അതാകുമ്പോഴത്തേക്ക് എളുപ്പവും എനിക്കിഷ്ടമുള്ള ഫുഡുമാണ്. ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഈ ലൈറ്റ്സ് എല്ലാം ഓഫ് ചെയ്തിട്ട് പിന്നെ ഈ സ്ട്രിപ്പ് ലൈറ്റ്സ് മാത്രം ഇടും കേട്ടോ. അതാണ് എനിക്കിഷ്ടമുള്ളതും. പിന്നെ അതൊരു പ്രത്യേക മൂഡും ക്രിയേറ്റ് ചെയ്യും. നല്ലൊരു വൈബും ആയിരിക്കും. നമുക്കൊരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും തരും. ഞാൻ ജിമ്മിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു. ചിക്കൻ ഫ്രൈ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ, അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു 2 hours ഇട്ട് കാണും. അപ്പം വന്നപ്പോഴത്തേക്ക് അത് ഈസിയായി പൊളിച്ചെടുക്കാൻ അതിൻ്റെ സ്കിന്നൊക്കെ. അങ്ങനെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും വിനീഗറും അങ്ങനെ വെള്ളത്തിനകത്തിട്ട് കുറച്ച് നേരം വെച്ചു. നമ്മൾ ഹോൾ ചിക്കൻ വാങ്ങിക്കുന്ന കൂട്ട് ഇതിനകത്ത് അത്ര വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാലും ഞാൻ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിനകത്ത് ഇങ്ങനെ ആക്കി വെക്കും. പിന്നെ നമ്മുടെ സുപ്ര, ഞാൻ എപ്പോഴും പറയുന്ന തൊട്ട് സുപ്ര വിരിച്ചു. ഇത് നമുക്കിനി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെ അതിൻ്റെ മസാലയൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഇൻഗ്രീഡിയൻസ് ഞാൻ ഇട്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഫെനൽ സീഡ്സ്, ഫെനൽ പൗഡറല്ല ഫെനൽ സീഡ്സ് ഹോളായിട്ട് ഞാൻ ഇട്ടേക്കുവാണ്. പിന്നെ അതൊരു 1.5 ടേബിൾ സ്പൂണൊക്കെ കാണും. പിന്നെ ഹോൾ പെപ്പറും അതും ഒരു 2 ടേബിൾ സ്പൂണോ 2 ടീസ്പൂണോ ഒക്കെ കാണും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പം ഇത്രയേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ആണെങ്കിൽ വെള്ളത്തിനകത്ത് ഇട്ട് വെച്ച് ചിക്കൻ ജസ്റ്റ് ഒന്ന് വെള്ളം മാറ്റാൻ വേണ്ടി ഒന്ന് ഊർത്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അതിനെ തേച്ച് പിടിപ്പിച്ചിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജ് വെക്കും. അതാകുമ്പോഴത്തേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കും. ഞാനൊരു 1 hour വെച്ചാണ്. ഒരു 1 hour അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് ക്ലീനിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് തുടയ്ക്കാനും തൂക്കാനും പിന്നെ കുറച്ച് പ്ലേറ്റ്സൊക്കെ കഴുകാനും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ക്ലീനിങ്ങും പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി ഒന്ന് കുളിച്ചൊന്ന് സെറ്റാവണം. അപ്പം ഇന്ന് എൻ്റെ ഹെയർ ഓയിലിടുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഞാനൊരു 3 days അല്ലെങ്കിൽ 4 days കൂടി ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഡീപ്പ് ഓയിലിംഗ് ചെയ്തിട്ട് നല്ല രീതിയിൽ ഷാമ്പു ഇട്ട് കഴുകിക്കളയും. ഞാൻ ഓയിലിംഗ് ചെയ്തിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇങ്ങനെ വെച്ചേക്കും കേട്ടോ. ഉറങ്ങുന്നതിന് ഒരു 1 hour മുമ്പൊക്കെ കുളിക്കാറുള്ളൂ. അതാകുമ്പോഴത്തേക്ക് കുറച്ച് നേരം തലയിൽ പിടിക്കുമല്ലോ.
ഞാൻ മിനിസോന്ന് വാങ്ങിച്ച ബോട്ടിലാണ് കേട്ടോ. അവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ബോട്ടിൽസിൻ്റെ. എനിക്ക് അവരുടെ കുറേ സാധനങ്ങൾ ഇഷ്ടമാണ്. അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ് ഈ ബോട്ടിൽസ് അവരുടെ. ഇത് 2 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ്. ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് ഇത് ഫുള്ളായിട്ട് കുടിച്ച് തീർക്കാൻ നോക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് മടിയാണ് വെള്ളം കുടിക്കാൻ. ഒരു 1 ലിറ്റർ 1.5 ലിറ്ററൊക്കെ കുടിച്ചാലായി. പിന്നെ ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇതുപോലെ കുറച്ച് ക്യാൻഡിൽസ് ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാൻഡിൽസ്. അപ്പോൾ ഞാൻ കുറച്ച് ക്യാൻഡിൽസൊക്കെ വാങ്ങിച്ച് വെക്കാറുണ്ട് വീട്ടിൽ. അപ്പോൾ ഞാനിതിങ്ങനെ കത്തിച്ചിട്ട് ഇങ്ങനെ വെക്കാറുണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഒരു പ്രത്യേക ഫീലും മൂഡും ഒക്കെ കിട്ടും. ഈ പച്ച കളർ ക്യാൻഡിൽ എനിക്കൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കൊളാബ് കിട്ടിയതാണ് കേട്ടോ. ഈ വൈറ്റ് ഐക്കേല ക്യാൻഡിലാണ്. നല്ല സ്മെല്ലാണ് ഇതിന്. ഇത് ജസ്റ്റ് 30 dirhams ആണെന്ന് തോന്നുന്നു വരുന്നത്. പക്ഷെ നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഐക്കയിൽ പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്യാൻഡിൽസ് ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് വാങ്ങിച്ചു നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി കുളിക്കാനൊക്കെ കുറച്ച് സമയം ബാക്കിയും കൂടെ ഉണ്ടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു പുറത്ത് ചെടി കുറച്ച് ദിവസമായി നനച്ചിട്ട് അപ്പം ഇനി ഔട്ട്ഡോർ പ്ലാന്റ്സ് കുറച്ചൊന്ന് നനച്ചു കൊടുക്കാമെന്ന്. എനിക്കൊരു ഈവനിങ് ടൈം ഈ ഒരു 7 o'clock ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ റൂമിൽ എൻ്റെ ഹാളിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഈ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാനൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുളിക്കാൻ സമയമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു കുളിച്ചിട്ട് വരാമെന്ന്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായി. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. എസ്പെഷ്യലി വിൻ്റർ ആയപ്പോഴത്തേക്ക് ഭയങ്കര ഡ്രൈ ആയി. അപ്പോൾ ഞാൻ മുഖം കഴുകിയാലോ കുളിച്ച് കഴിഞ്ഞാലോ ഒക്കെ പെട്ടെന്ന് ഞാനാണെങ്കിൽ ഒന്ന് മോയ്സ്ചറൈസർ തേക്കും. അപ്പം ഞാനിവിടെ ഓരോ വീഡിയോ എടുക്കുന്നതിന് ഇക്ക വന്ന് കളിയാക്കുന്ന സീനാണ് ദാ ഈ കാണുന്നത്. പിടിച്ചേക്കുന്നു. അപ്പോൾ ഏകദേശം ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സമയമായി. അപ്പോൾ നമുക്കിനി ചിക്കൻ പൊരിക്കാം. നമ്മുടെ ചിക്കൻ സെറ്റായിട്ടുണ്ട്. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ മസാലയൊക്കെ പിടിച്ച് അപ്പം നമുക്ക് ചിക്കൻ പൊരിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കാം. ടേബിൾ ഉണ്ടെങ്കിൽ എനിക്കാണെങ്കിൽ ഈ സോഫയുടെ സൈഡിൽ നിന്ന് ഇതുപോലെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ കണ്ട് കുറച്ച് TV ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം കേട്ടോ. ഞങ്ങളങ്ങനെ ടേബിളിൻ്റെ ആ ഭാഗത്ത് ആരും ഇരുന്ന് ഫുഡ് കഴിക്കാറില്ല. എപ്പോഴും ഈ TVയുടെ ഫ്രണ്ടിൽ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ നമ്മളിതുപോലെ ഒരു ഫിലിമൊക്കെ കണ്ട് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ ഉറങ്ങാൻ സമയമായി. കുറച്ച് സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ രാത്രി ആകുമ്പോഴത്തേക്ക് ഇതുപോലെ അടുത്ത ദിവസത്തേക്കുള്ള മുന്തിരിങ്ങായും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സും ഒന്ന് വെള്ളത്തിലിടാറുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉറങ്ങാൻ സമയമായി. അപ്പം ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.